വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളിലൂടെയുള്ള ഒരു ചെറിയ പ്രയാണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് തുടരുകയാണ്. അല്പസമയം മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ സുഹൃത്തുക്കളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് റൂമിലെത്തിക്കുക. മഹാനായ ഖമറുൽ ഉലമയും അതുപോലെ തന്നെ മഹാരഥന്മാരായ മറ്റു പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നുസ്രത്തിന്റെ സമാപന മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് എത്തുകയാണ്. എല്ലാവരും റൂം സജീവമാക്കുക. അതിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ന്യൂസ് ടൈമും വരാനുണ്ട്. ഇന്ന് ന്യൂസ് ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് നമ്മോട് സംസാരിക്കുന്നത്. പട്ടാമ്പി MLA, കോൺഗ്രസിന്റെ MLA, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഒരു സഹകാരി കൂടിയായ CP മുഹമ്മദ് MLA സാഹിബ് അവറുകളാണ് ഇന്ന് നമ്മോട് ന്യൂസ് ടൈമിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് റൂം സജീവമാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റൂമിൽ സഹകരിക്കുന്ന നന്മയുടെ വിഷയത്തിൽ പങ്കാളികളായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തന്റെ പ്രജകളിൽ ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തി പക്ഷി ഒരു നിമിഷം സുലൈമാൻ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു നോക്കുമ്പോൾ ഹുദ്ഹുദയെ കാണാതാകുകയും അല്പസമയത്തിനകം ഹുദ്ഹുദ തിരിച്ചെത്തിക്കൊണ്ട് താൻ അങ്ങകലെയുള്ള സബ എന്ന് പറയുന്ന നാട്ടിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നതെന്നും അവിടെ ഭരണം നടത്തുന്നത് ഒരു രാജ്ഞിയാണ് എന്നും അവർക്ക് വലിയ അധികാരങ്ങളും വലിയ സിംഹാസനവും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ള വിവരം, മാത്രമല്ല അവരും അവരുടെ അനുയായികളും സൂര്യനെ സുജൂദ് ചെയ്യുന്ന, സൂര്യനെ ആരാധിക്കുന്ന, സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്ന വിഭാഗമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഹുദ്ഹുദ വന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ആ വാർത്ത ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഹുദ്ഹുദയുടെ കയ്യിൽ തന്നെ ഒരു കത്ത് കൊടുത്തയക്കുകയും ആ കത്ത് ഹുദ്ഹുദ പക്ഷി ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ചെന്ന് അവരുടെ സ്വകാര്യ റൂമിൽ കൊണ്ടുപോയി അവർക്ക് ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കത്ത് വായിച്ച് അവര് തന്റെ കൂടെയുള്ള പരിചാരകരുമായി ചില അഭിമുഖ സംഭാഷണങ്ങളൊക്കെ നടത്തി. അതിനിടയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വലിയ പാരിതോഷികവുമായി ഒരു നിവേദക സംഘത്തെ അയച്ചു. ആ സംഘത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാം മാന്യമായ രീതിയിൽ സ്വീകരിച്ച് അതേ മാന്യതയോടെ അവരുടെ പാരിതോഷികങ്ങളുമായി തിരിച്ചയക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് വിശ്വാസിയായി ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങളിലേക്ക് അതിശക്തമായ ഒരു സേനയുമായി ഞങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പുമായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ആ നിവേദക സംഘത്തെ തിരിച്ചയക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ചെന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ബിൽഖീസ് രാജ്ഞിക്ക് മനസ്സിലായി തങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ഭൗതികനായ വെറും ഒരു ഭരണാധികാരിയല്ല അദ്ദേഹം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ ഒരു പ്രവാചകൻ കൂടിയാണ്. തന്നേക്കാൾ വലിയ ശക്തമായ സേനാവ്യൂഹവും ശക്തമായ അധികാരങ്ങളും പവറുമൊക്കെ ഉള്ള ഒരു ഭരണാധികാരിയും പ്രവാചകനുമാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തോട് ഏറ്റുമുട്ടി ഒരിക്കലും തങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല എന്നും ബുദ്ധിമതിയായ ബിൽഖീസ് രാജ്ഞി മനസ്സിലാക്കുകയും അങ്ങനെ അവര് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന വാർത്ത ദൃഷ്ടാന്തം അങ്ങോട്ട് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വിവരമറിഞ്ഞ ഉടനെ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം താൻ വെറും ഒരു ഭൗതികനായ ഭരണാധികാരി മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായ വഹയി മുഖേന പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ് താൻ. തനിക്കൊരു ഭൗതികനായ ഭരണാധികാരിയേക്കാൾ ധാരാളം അധികാരങ്ങളും പവറും കഴിവുകളും തനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്നും തന്റെ പവറുകള്, താൻ വിശ്വസിക്കുന്ന മഹത്തായ പ്രസ്ഥാനത്തിലൂടെ തനിക്ക് കിട്ടിയ മഹത്തായ കഴിവുകള് ആ ഭൗതികയായ വെറും ഒരു ഭൗതിക ഭരണാധികാരി മാത്രമായ ബിൽഖീസിന്റെയും പരിവാരങ്ങളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം മുഖേന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സദസ്സിലുള്ള തന്റെ പ്രജകളിൽപ്പെട്ട ആളുകളോട് ചോദിക്കുന്നു, അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഓ സംഘമേ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അങ്ങകലെ ബിൽഖീസ് രാജ്ഞി അവരുടെ സബ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നമ്മിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ രാജ്ഞിയും പരിവാരങ്ങളും നമ്മുടെ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് അവരുടെ ആ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവന്നു തരിക? ഇതായിരുന്നു ചോദ്യം. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ആരാണ് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവന്നു തരിക? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവർ മുസ്ലിംകളായി ഇവിടെ വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവന്നു തരിക?
ആ സമയത്ത് ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ, ശക്തനായ ഒരു ഇഫ്രീത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങയുടെ ഈ ദർബാർ പിരിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി അങ്ങ് ആഗ്രഹിക്കുന്ന ആ സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാം. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. അത് അവിടെ നിന്ന് ആ സിംഹാസനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഇവിടെ കൊണ്ടുവന്ന് തരാനുള്ള കഴിവ്, അതിനുള്ള ശക്തി എനിക്കുണ്ട്. ഞാൻ ആ വിഷയത്തിൽ വിശ്വസ്തനാണ് എന്ന് ആ ഇഫ്രീത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു. പക്ഷേ സുലൈമാൻ നബിക്ക് അത് പോരാ. തന്റെ ദർബാർ ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയും. അതിനുള്ളിൽ എത്തിച്ചാൽ പോരാ, അതിനേക്കാൾ പെട്ടെന്ന്, അതിനേക്കാൾ എളുപ്പത്തിൽ ആ സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് തരണം. ആരാണ് അതിന് തയ്യാറുള്ളത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി. قال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك. ഓ നബിയേ, അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്, അങ്ങയുടെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് സബ എന്ന് പറയുന്ന നാട്, ആ നാട്ടിൽ നാട് ഭരിക്കുന്ന രാജ്ഞി ബിൽഖീസ് രാജ്ഞി, അവരുടെ ആ വലിയ വിശാലമായ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഭദ്രമാക്കി ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്തളത്തിലുള്ള ആ സിംഹാസനമുണ്ടല്ലോ, ആ സിംഹാസനം അങ്ങയിലേക്ക് ഞാൻ എത്തിച്ചു തരാം. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അങ്ങ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവന്ന് തരാം. പറയേണ്ട താമസം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു. പറയേണ്ടതിനേക്കാൾ എളുപ്പത്തിൽ സാധനം അവിടെ എത്തിക്കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണടച്ചു തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ മുമ്പിലിരിക്കുന്നു. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാണ്, ഇതെന്റെ പവറല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സ്വന്തമായ കഴിവ് കൊണ്ട് കൊണ്ടുവന്നതല്ല. ഇൽമു നൽകപ്പെട്ടു എന്ന് പറയുന്ന ആസിഫ് ഇബ്നു ബർഖയ എന്ന് പറയുന്ന വലിയന്റെ സ്വന്തമായ കഴിവ് കൊണ്ട് കൊണ്ടുവന്നതല്ല. അല്ലാഹു തആല കൊടുത്ത കഴിവാണ്, അവന്റെ ഔദാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഔദാര്യം അല്ലാഹു നമുക്ക് നൽകിയത്? ലിയബ്ലുവനീ അഷ്കുർ അം അക്ഫുർ. നാം ഇതിന് നന്ദി രേഖപ്പെടുത്തുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കുകയാണ്, പരിശോധനയ്ക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഹാഹുന വഖഫ. ഇവിടെ നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്പം സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കൊടുക്കുന്ന മുഅ്ജിസത്ത്, കറാമത്ത് കൊണ്ട് അവർക്ക് ഈ ലോകത്ത് പലതും ചെയ്യാൻ കഴിയുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസത്തോടുകൂടി അവരോട് സഹായ അർത്ഥന നടത്തുന്നതിനോ അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായങ്ങൾ സ്വീകരിക്കുന്നതിനോ ഇസ്ലാമികമായ പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിരോധവുമില്ല. അത് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചൊരു വിഷയമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ഈ സമൂഹത്തെ പഠിപ്പിച്ചു വന്നിരുന്ന ഒരു വിഷയമാണ്. പക്ഷേ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി പടച്ചുണ്ടാക്കിയ തൗഹീദിന്റെ പ്രചാരണത്തിനും നിലനിൽപ്പിനും വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും കണ്ണടച്ച് എതിർക്കേണ്ട ഒരു ഗതികേടിലാണ് അവരെത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പലതും അവർ മറച്ചുവെച്ചു, അവർ എതിർത്തു, അവര് വഴീഫാണെന്ന് പറഞ്ഞ് തള്ളി, സാധാരണക്കാരായ ആളുകളെ കബളിപ്പിച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തനിക്ക് അങ്ങകലെയുള്ള ബിൽഖീസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് തരണം, അതാണ് തന്റെ ആവശ്യം. നാം ആലോചിക്കണം, വഹാബികൾ പറയുന്നത് പോലെ അത്തരമൊരു വിഷയം ഇതൊരു അഭൗതികമായ വിഷയമാണ്. അഭൗതികമായ വഴിയിലൂടെയാണ് കൊട്ടാര സിംഹാസനം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലോ അവരുടെ നിർവചനം. അഭൗതികമായ വഴിയിലൂടെ ഒരു സഹായം തേടുന്നത് ശിർക്കാണ്. മനുഷ്യ കഴിവിന് അതീതമായ സഹായമാകുമ്പോൾ ശിർക്കാണ്. കുറച്ചുകൂടി വിപുലമാക്കി സൃഷ്ടി കഴിവിന് അതീതമാകുമ്പോൾ ശിർക്കാണ്. അപ്പൊ പിന്നെ സൃഷ്ടിയിൽ പെട്ടിട്ടാണ് ഇപ്പൊ കിടന്ന് കളി. ഇപ്പൊ സൃഷ്ടിയിൽ പെട്ടിട്ടാണ് വഹാബികൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് കഴിയാത്തത് പലതും ജിന്നിന് കഴിയും. അപ്പൊ ജിന്നുണ്ടോ ഇല്ലേ? ഇത്ര കാലം ഇതൊന്നും ഇല്ല എന്നാ പറഞ്ഞിരുന്നത്. ജിന്നുണ്ടെന്നോ സിഹറുണ്ടെന്നോ ഒക്കെ വിശ്വസിച്ചു പോയാൽ അത് ശിർക്കാണ്. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഇത്രയും കാലം സർവ്വ വഹാബി മൗലവിമാരും പറഞ്ഞിരുന്നത്.
ഇന്നത് മാറ്റി, കുറെ ആളുകൾ മാറ്റി, കുറച്ചാളുകൾ ഇപ്പോഴും മാറ്റാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ സംഗതി വളരെ രസകരമായ ഒരു സംഭവമുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയോ, വഹാബികൾ വലിയ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. വഹാബി കുട്ടികൾ വലിയ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാ നടത്തുന്നതെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല കേട്ടോ. ആരാണ് നടത്തുന്നതെന്ന് ഒരു പിടി ഇപ്പോഴും കിട്ടിയിട്ടില്ല. ജിന്നുണ്ടെന്നും ജിന്നിനെ വിളിക്കാമെന്നും ജിന്നിനോട് സഹായം തേടാമെന്നും പറഞ്ഞു വന്ന സക്കരിയ സലാഹിയും കൂട്ടരുമാണോ? അതല്ല, ജിന്നിനോട് സഹായമോ? അത് ഷിർക്കാണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടവ് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പ് അഥവാ ഒറിജിനൽ ഗ്രൂപ്പാണോ? ആരാണ് സമ്മേളനം നടത്തുന്ന ഒരു പിടിയും കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും പിടി കിട്ടിയവർ ആരെങ്കിലും ഉണ്ട് എന്ന് പറയണേ. കാരണം രണ്ടു കൂട്ടരും മത്സരിച്ചാണ് ലൈവ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ഒരു രസം ഉണ്ടായി. മിനിഞ്ഞാന്ന് ഇന്ത്യയിലെ വഹാബികളുടെ അപ്പോസ്തലനായി അറിയപ്പെടുന്ന, വഹാബികൾ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിന്റെ വലിയ പ്രചാരകനായി പരിചയപ്പെടുത്തുന്ന ഒരാളാണ് ഡോക്ടർ സാക്കിർ നായിക്. പേരേതായാലും നല്ല ഉഷാറാ, ഡോക്ടർ സാക്കിർ നായിക്. ഈ നായിക്കിനെ സമ്മേളനത്തിൽ കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? സക്കരിയായും കൂട്ടരാണോ കൊണ്ടുവന്നത്? അതല്ല ഇനി മറ്റവരാണോ കൊണ്ടുവന്നത്? ഏതായാലും നായിക്ക് വന്നു, നല്ലൊരു പ്രഭാഷണം നടത്തി. മുഖ്യ പ്രഭാഷണം നായിക്ക. പ്രഭാഷണം കഴിഞ്ഞിട്ട് പതിവ് പോലെ നായിക്കിനോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ആരോ ചോദിച്ചത്രേ, ജിന്നുണ്ടോ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ? ജിന്ന് മനുഷ്യന് കൂടുവോ? ഇതായിരുന്നു ചോദ്യം. സാക്കിർ നായിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ഇനി സാക്കിർ നായിക്കിനെ അറിയില്ല എന്താണാവോ? ഇവിടെ കേരളത്തിലെ വഹാബികൾ സലഫികൾ ഇങ്ങനെ ജിന്നിന്റെ പേരിൽ കിടന്ന് കുടുങ്ങിയാണ് പോലെ മൂപ്പർ അറിഞ്ഞോ ഇല്ലെന്ന് അല്ലാഹു ആലം. ഏതായാലും സാക്കിർ നായിക്ക് എന്ത് ചെയ്തു? അവിടെ ഒരു പൊട്ടിക്കൽ അങ്ങ് പൊട്ടിച്ചു. ജിന്നുണ്ട്, ജിന്ന് മനുഷ്യരിൽ കൂടും, ജിന്നിറക്കാൻ വിദഗ്ധരായ ചികിത്സകരുമുണ്ട്, അവരുടെ അടുക്ക ചെന്നാൽ അവർ വേണ്ട രീതിയിൽ അത് ഇറക്കി തരും എന്നായിരുന്നു സാക്കിർ നായിക്കിന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്. വലിയ ആഘോഷത്തിലാണ് നമ്മുടെ മലയാളം റൂമുകാർ. റിബൽ സലഫികൾ വലിയ ആഘോഷത്തിലാണ്. ഞങ്ങൾ ജയിച്ചു പോയി. അപ്പൊ പിന്നെ രണ്ടു കൂട്ടരും പറയാൻ തുടങ്ങി, എന്ത്? സാക്കിർ നായിക്ക് സലഫിയൊന്നുമല്ല, ഞങ്ങളുടെ സലഫിയുടെ ആളൊന്നുമല്ല സാക്കിർ നായിക്ക്. അവരുടെ ബ്ലോഗിലൊക്കെ നോക്കിയാൽ കാണാം സാക്കിർ നായിക്കിനെ കുറിച്ച് വലിയ ചർച്ച പോണെന്നുകൊണ്ടിരിക്കുക. സാക്കിർ നായിക്ക് ആരുടെ? രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ആളാണോ അതല്ല അവരുടെ? രണ്ടു കൂട്ടർക്കും പ്രശ്നം തന്നെയാണ്. ആരുടെ കൂടെ കൂടിയാലും കുടുങ്ങും, ഇല്ല പട്ടിതൊട്ടം കല പോലെ ആവും. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടർ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. എന്നാലോ സാക്കിർ നായിക്ക് വന്നു, സാക്കിർ നായിക്ക് പ്രസംഗിച്ചു, മൂപ്പരുടെ ഇജ്തിഹാദ് അനുസരിച്ച് അയാൾ പറയുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ആകെപ്പാടെ ആ പ്രശ്നം. ഇനി സമ്മേളനം കഴിഞ്ഞാൽ ഇനി അതിന്റെ ഒരു ആരവമായിരിക്കും നമുക്ക് കേൾക്കാൻ കേട്ടോ. സമ്മേളനം കഴിഞ്ഞാൽ ഇനി വഹാബികള് സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സാക്കിർ നായിക്കിന്റെ പേരിലുള്ള ഒരു വലിയ ബഹളമായിരിക്കും. ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മെയിൽ ബോക്സിലൊക്കെ ഇപ്പൊ അത് വിഷയ സംബന്ധമായ മെയിലുകളാണ് വന്നുകൊണ്ടിരിക്കുന്ന വഹാബികളുടെ. സാക്കിർ നായിക്കിനെ കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ഗതികേട് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൗമാണല്ലോ ഇത്രയും കാലം മഹാന്മാരായ അയിമത്തുകളെയും മഹാന്മാരായ താബിഈങ്ങളെയും തബഉ താബികളെയും ഒക്കെ തള്ളി അവരൊക്കെ ഷിർക്ക്, കുഫർ, മുശ്രിക്ക്, കാഫിർ എന്ന് പറഞ്ഞ് നടന്നിരുന്ന കൗമ് ഇന്നിപ്പോ ഈ കണ്ട അണ്ടന്റെയും അടകോടന്റെയും വാക്ക് കേട്ട് ഏത് സ്വീകരിക്കണമെന്നറിയാതെ അണ്ണാക്കിൽ അമ്പഴങ്ങ കുടുങ്ങിയ പോലെ ഇപ്പൊ കിടന്ന് വാവിളിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇവിടെ അള്ളാഹുവിന്റെ ദീൻ തൊട്ട് കളിച്ചാലുള്ള അവസ്ഥ ഇതാണ്. അള്ളാഹുവിന്റെ ദീൻ അത് മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രചരിപ്പിച്ച മതമാണ്. മഹാന്മാരായ സ്വഹാബത്ത് പ്രചരിപ്പിച്ച മതമാണ്. മഹാന്മാരായ ഔലിയാക്കളിലൂടെ വന്ന മതമാണ്. അവരെന്ത് പഠിപ്പിച്ചു? അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അത് മാറ്റിയിട്ട് കുറെ മൗലവിമാര് കൂടി, കമ്മിറ്റി കൂടിയിട്ട്, മീറ്റിംഗ് കൂടിയിട്ട്, കൗൺസിൽ കൂടിയിട്ട് തീരുമാനിക്കേണ്ടതാണോ തൗഹീദും ശിർക്കും? അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ സന്ദർഭോചിതമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല അത്ഭുതം സുഹൃത്തുക്കൾ. ഇതൊക്കെ കേട്ടിട്ടും കുറെ കൗമ് ഇതിന്റെ പിന്നാലെ എപ്പോഴും കൂടി നടക്കുക. ഒരു ബോധമില്ലാത്ത കുറച്ച് കൗമ്. എന്ത് വിദ്യാഭ്യാസം ഇവർക്കുള്ളതെന്നാവോ, എന്ത് ബുദ്ധിയാണെന്നാവോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മേളനത്തിൽ ആളുണ്ട് കേട്ടോന്ന്. സമ്മേളനത്തിന് ആളുണ്ട് കേട്ടോന്ന്. ആളില്ലാതിരിക്കുമോ സുഹൃത്തുക്കളെ? നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പരിപാടിക്ക് ആള് കൂടുന്ന സമ്മേളനം ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനവും മറ്റൊന്ന് സലഫിയുടെ സമ്മേളനമായിരിക്കും. ആനുപാതികമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. ആനുപാതികമായിട്ട് അവരുടെ അംഗസംഖ്യവും സമ്മേളനത്തിന്റെ ആള് കൂടുതലും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല മൊത്തത്തിൽ അവിടെ ആള് കൂടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതിന് നമ്മൾ കൂടുന്ന അതിന്റെ 4 അയലത്തെത്താൻ അവർക്കൊട്ട് കഴിയയില്ല. അവരുടെ കേരളത്തിലെ അംഗസംഖ്യ, അംഗബലവും സമ്മേളനത്തിലെ അംഗവും കൂടി നോക്കിയാൽ കുറെ ആള് കൂടുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? എന്താ? ഇപ്പൊ വഹാബി വീടുകളിലൊന്നും തൊട്ടിലുണ്ടാവില്ല. വഹാബി വീടുകളിലെ പെണ്ണുങ്ങളുടെ തൊട്ടില് സഹിതം അഴിച്ചിട്ട സമ്മേളന നഗരിയിലായിരിക്കും ഇപ്പൊ തൊട്ടില്. മനസ്സിലായില്ലേ? വഹാബികളുടെ വീടുകളിലെ തൊട്ടിലും കുട്ടികൾ ചിലപ്പോൾ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ഒരു പോട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഈ കക്കൂസിലിരിക്കാൻ വേണ്ടി ചെറിയൊരു പാത്രമുണ്ട്. അതുവരെ ചിലപ്പോൾ സമ്മേളന നഗരിയിലായിരിക്കും ഇപ്പൊ. കാരണം എന്താ?
കാരണം എന്താണെന്നറിയോ? വഹാബികൾ സമ്മേളനത്തിൽ പോകണം അങ്ങനെയാണ്. 4 ദിവസം സമ്മേളനം ഉണ്ടെങ്കിൽ വീടൊക്കെ പൂട്ടി അടച്ച് തള്ള മക്കളും കുട്ടികളും ഉമ്മുമായും വല്ലുമ്മായും വല്ലുപ്പായും എല്ലാം അടച്ചങ്ങ് പോവും. അങ്ങനത്തെ കുടുംബത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കിയോളി. വെറുതെ പറയുന്നതല്ല. പക്ഷെ നമ്മുടെ സുന്നി സമ്മേളനം അങ്ങനെയല്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം അങ്ങനെയല്ലല്ലോ. വഹാബി സമ്മേളനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിനോട് തുല്യമാണ്. അവിടെ പാർട്ടി കോൺഗ്രസിന് എല്ലാവരും ഉണ്ടാവും എന്നതുപോലെ വഹാബികളുടെ സമ്മേളനത്തില് ഉമ്മായും വാപ്പായും മക്കളും കുഞ്ഞുങ്ങളും പെട്ടിയോളും മാപ്പിളയും തൊട്ടിലും എന്ന് വേണ്ട എല്ലാ ചട്ടിയും കാലവും ഒക്കെ ആയിട്ടാണ് അവിടെ സമ്മേളനത്തിൽ പോകുന്നത്. അപ്പൊ പിന്നെ ആള് കൂടായിരിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു വീട്ടില് പിന്നെ ആണുങ്ങളൊക്കെ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും മിക്കവാറും, അല്ലേ? കുടുംബനാഥൻ ഒന്നേ ഉണ്ടാവുള്ളൂ. മൗലവിമാരിക്കാണ് 4 ഭാര്യമാര് വരെ ഉണ്ട് മിക്കവാറും ഒക്കെ. നമ്മുടെ ചുങ്കത്തറനെ പോലത്തെ മൗലവിക്കാണ് 4 എണ്ണം ഉണ്ട്. അപ്പൊ തന്നെ അവിടെ നിന്ന് തന്നെ കൂട്ടിക്കോ. ചുങ്കത്തറ മൗലവി 4 പെണ്ണുങ്ങളും. ഈ 4 എണ്ണത്തിൽ ഒരു 4 എണ്ണം വീതം കൂട്ടിക്കോ. 4 4 16. എത്ര ആളായി? പിന്നെ ആള് കൂടായിരിക്കോ? അപ്പൊ ഇതാണ് വഹാബി സമ്മേളനത്തിലെ ആള് കൂടുന്നതിന്റെ കഥ. അതിന് ഏത് ഗ്രൂപ്പായാലും ശരി, മടവൂർ ഗ്രൂപ്പായാലും മറ്റേ ഗ്രൂപ്പായാലും ജിന്നൂർ ഗ്രൂപ്പായാലും ഒക്കെ ഇത് തന്നെ. കുട്ടികളും മക്കളും തൊട്ടിലും തട്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ കൂട്ടത്തിലൊന്ന് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ഏതായാലും ആ നിലക്ക് സമ്മേളനത്തിന് കൂടിയിട്ട് ഇപ്പോ നമ്മുടെ സാക്കിർ നായിക്കിൽ നിന്ന് കിട്ടിയത് ഇതാണ്. അപ്പൊ ഇപ്പൊ 2 കൂട്ടർ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സാക്കിർ നായിക്കിനെ രണ്ടുപേരും ഉൾക്കൊള്ളുന്നില്ല. അവര് പറയുന്നത് സാക്കിർ നായിക്ക് ഞങ്ങളുടെ സലഫിയുടെ ആളൊന്നുമല്ല, മൂപ്പരൊരു സ്വതന്ത്ര ചിന്താധികാരനാ, സ്വന്തം ഇജ്തിഹാദിന്റെ ആളാ. അങ്ങനെയാണല്ലോ ഈ വഹാബിയിൽ പെട്ടുപോകുന്ന ആളുകളൊക്കെ പിന്നെ ഇജ്തിഹാദ് ചെയ്ത് ചിലരങ്ങ് മേലോട്ടങ്ങ് കയറും. ചേകനൂർ മൗലവിയാണ് വഹാബിസത്തിലൂടെ ഇജ്തിഹാദ് ചെയ്ത ഏറ്റവും മുകളിലെത്തിയ ആള് ചേകനൂർ മൗലവിയാണ്. ചേകനൂർ മൗലവിയുടെ തൊട്ട് താഴെയാണ് CN അഹമ്മദ് മൗലവി. മൂപ്പര് വഹാബി തന്നെയായിരുന്നു. പക്ഷെ അവസാനം വഹാബികൾ തള്ളിപ്പറയേണ്ടി വന്നു. കാരണം എന്താ? മൂപ്പരുടെ ഇജ്തിഹാദ് കുറച്ച് മേലോട്ട് പോയി. ചേകനൂരിന്റെ തൊട്ട് താഴെയാണ് CN അഹമ്മദ് മൗലവി. അങ്ങനെ ഓരോ മൗലവിമാരും ഇജ്തിഹാദ് ചെയ്ത് എത്തേണ്ട അടുത്ത് എത്തി. പലരും അതിൽ തന്നെ നിന്നു, ചിലർ പുറത്തുപോയി. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് വഹാബിസത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ ദീനുമായി ഒരു ബന്ധവുമില്ല. അള്ളാഹുവിന്റെ ദീനിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി, പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഭൗതിക പ്രസ്ഥാനം. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. അള്ളാഹു താല അവരുടെ ഷറിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് പോവുകയാണ്. قال الذي عنده علم من الكتاب انا آتيك به قبل ان يرتد اليك طرفك. നബിയെ, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറയുക മാത്രമല്ല അത് എത്തിച്ചു തന്നു. ഇവിടെ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആധുനിക ശാസ്ത്രം വലിയൊരു വിശകലനത്തിന് വിധേയമാക്കിയ സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ധാരാളം ചരിത്ര സംഭവങ്ങൾ, ധാരാളം വിഷയങ്ങള് ആധുനിക ലോകത്ത് ഉന്നതരായ ശാസ്ത്രജ്ഞന്മാര് അവരുടേതായ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ്. എന്താ സംഭവം എന്നറിയോ? കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. നാം ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ആ ചന്ദനത്തിരി കയ്യിൽ പിടിച്ച് ശക്തിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയാലേ ഒരു രേഖ, തീയിന്റെ ഒരു വര അവിടെ തെളിഞ്ഞു വരും, അല്ലേ? ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായി വീശി നോക്കിയാൽ ഒരു വര അവിടെ കാണും. യഥാർത്ഥത്തിൽ വരയുണ്ടോ? യഥാർത്ഥത്തിൽ വരയില്ല, ഒരു ബിന്ദുവേ ഉള്ളൂ. ചന്ദനത്തിരിയുടെ അറ്റത്ത് കത്തുന്ന ഒരു ബിന്ദു, അല്ലേ? ഒരു നുക്തയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ നുക്ത നമ്മൾ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീശുമ്പോ അത് നമുക്കൊരു രേഖയായി തോന്നുകയാണ്. എന്താ കാരണം? അതിനോട് തുല്യമായ ഒരു ഉദാഹരണമാണ് ബൾബിന്റെ ഉദാഹരണം. നമ്മൾ പറഞ്ഞു, ഒരു ബൾബ് ഒരു മിനിറ്റില്, ഒരു സെക്കൻഡില് 50 ആവർത്തി ഉണ്ട് എന്നാണ്. 50 ആവർത്തി എന്ന് പറഞ്ഞാൽ അത് 50 പ്രാവശ്യം കെടുകയും കത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും സമ്മതിക്കോ? നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ബൾബ് കേട്ടോ, ഫിലമെന്റ് ബൾബ്, നമുക്കൊക്കെ അറിയില്ലേ? ഇന്നതൊക്കെ പോയി. ഏതായാലും ആ ബൾബ് 50 പ്രാവശ്യം കെടുകയും കത്തുകയും ചെയ്യുന്നു എന്നാണ്. കാരണം എന്താ? അങ്ങനെയാ സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ കണ്ണിൽ അത് വ്യക്തമായി പതിയുന്നില്ല. കാരണം മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചക്കൊരു പരിധിയുണ്ട്. വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ട്രെയിനിലോ ബസ്സിലോ സഞ്ചരിക്കുമ്പോൾ 2 ഭാഗത്തുമുള്ള ബിൽഡിങ്ങുകളും മരങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ അതേ സ്പീഡിൽ പിന്നോട്ട് പോകുന്നതായി നമുക്ക് തോന്നും, അല്ലേ? അതേ സ്പീഡിൽ പിന്നോട്ട് പോകുന്നതായി നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ പോകുന്നുണ്ടോ? ഇല്ല. ഒരേ ലെവലിൽ നിർത്തിയിട്ടിരിക്കുന്ന 2 ബസ് അല്ലെങ്കിൽ 2 ട്രെയിന് ഒന്ന് മുന്നോട്ട് പതുക്കെ ഇങ്ങനെ ചലിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതല്ല അനങ്ങുന്നത്, മറ്റു പുറകോട്ട് പോവുകയാണെന്ന് തോന്നും, അല്ലേ? സാധാരണ അനുഭവപ്പെടാറുള്ള കാര്യങ്ങളാ. എന്താ ഇതൊക്കെ കാരണം? ഇത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിയുടെ ഒരു പരിധിയാണ്, ഒരു പരിമിതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിൽ നിന്നൊരു സാധനം മറഞ്ഞാലും അത് ഏതാനും സമയം, സെക്കൻഡ് എന്ന് പറയാൻ കഴിയില്ല, എത്രയോ മൈക്രോ സെക്കൻഡുകൾ അതിനുള്ളിലെ അത് കണ്ണിൽ നിന്ന്, കണ്ണിന്റെ റെറ്റിനയിൽ നിന്ന്, ലെൻസിൽ നിന്ന് പോവുകയുള്ളൂ. അത് പോകുന്നതിന് മുമ്പ് അടുത്ത വീണ്ടും വരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് കണ്ണിൽ സ്ഥിരമായി അത് കത്തിക്കൊണ്ടിരിക്കുന്നതായി തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്.
എന്നതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഇതിൽ ചർച്ച നടത്തി. ഇവിടെ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തെ എന്തു ചെയ്തു? അതിനെ ഇന്ന് ശാസ്ത്രീയമായി പറഞ്ഞാൽ അതിനെ വിവിധ വസ്തുക്കളാക്കി മാറ്റാൻ ഇവിടെ ശാസ്ത്രത്തിന് കഴിയും, അല്ലേ? ശാസ്ത്രത്തിന് കഴിയും. ആ വസ്തുവിനെ, ആ പദാർത്ഥത്തെ പ്രകാശമാക്കി മാറ്റി. അങ്ങനെ അതിനെ പ്രകാശം എത്രയോ സെക്കൻഡുകൾ കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പ്രകാശം സഞ്ചരിച്ചെത്തും. അപ്പോ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനത്തെ, അതിന്റെ ആ ഊർജം അതിനെ മാറ്റിയിട്ട് മറ്റൊരു രൂപത്തിൽ പരിവർത്തിതമാക്കി. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലും അവിടെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലുമായി ഒരേ സമയം, നമ്മൾ ഈ തീ കത്തിച്ചിട്ട് ചന്ദനത്തിൽ കത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അതൊരു രേഖയായി നമുക്ക് തോന്നുന്നത് പോലെ ആ സാധനം അവിടെയും ഇവിടെയും ഒരേ സമയം നമ്മുടെ മനുഷ്യന്റെ കണ്ണിൽ ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടാം. അങ്ങനെയാക്കാം. അതല്ലെങ്കിലോ അവിടെ നിന്ന് ആ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ പദാർത്ഥമാക്കി മാറ്റി ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാം. ഏതായാലും നമുക്കത് വിഷയമല്ല, ശാസ്ത്രത്തിന്റെ ചിന്താഗതിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വിഷയമാണ്. അള്ളാഹുവിന് അതിന് കഴിയും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ അള്ളാഹു തആലയുടെ കഴിവ്, അവന്റെ ഒരു വലിയന്, ഒരു മഹാന്, അവന്റെ നിയമം അനുസരിച്ച്, അവന്റെ തത്വങ്ങൾ അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തആല കഴിവ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൊട്ടാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വഹാബികളും മൗദൂദികളും ഒക്കെ പൊക്കിപ്പിടിക്കുന്ന ഒരു ആധുനിക ഇസ്ലാമിസ്റ്റ് ഉണ്ട്, സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന. അയാള് തന്റെ ഗ്രന്ഥത്തില്, തന്റെ തഫ്സീറിൽ ഫീ ദിലാലിൽ ഖുർആൻ എന്ന തഫ്സീറിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഈ വിഷയം. അദ്ദേഹം പറയുന്നു, ഇന്നാ നഫ്ഹമു അന്നഹു റജുലുൻ മുഅ്മിനുൻ അല ഇത്തിസാലിൻ ബില്ലാഹി മൗഹൂബുൻ സിർറൻ മിനല്ലാഹി യസ്തമിദ്ദു മിനൽ ഖുവ്വത്തിൽ കുബ്റാ അല്ലതി ലാ തഖിഫു ലഹൽ ഹവായിജ് വൽ അബ്ആദ് വഹുവ അംറുൻ യുശാഹിദു അഹ്യാനൻ അലാ ഐദി ബഅദിൽ മുത്തസിലീൻ ولم يكشف سره ولا تعليله لأنه خارج عن معلوف البشر حياتهم العادية. എന്താ പറയുന്നതെന്നറിയോ? അള്ളാഹുമായി സവിശേഷ ബന്ധമുണ്ടായിരുന്ന, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സിറ് അഥവാ ഒരു രഹസ്യകാര്യം ഔദാരികമായി നൽകപ്പെട്ടിരുന്ന ഒരു മുഅ്മിനായിരുന്നു അദ്ദേഹം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന ഒരു വലിയാണ്. മൻ തഖറബ ഇലല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ എന്താ? അള്ളാഹു തആല അവനെ സഹായിക്കും. എത്രത്തോളം? അവന്റെ കൈയും അവന്റെ കാലും അവന്റെ കണ്ണും അവന്റെ കാതും ഒക്കെ നാമായി മാറും. അതായത് സാധാരണ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണുന്നതിനപ്പുറം അവർക്ക് കാണാം, സാധാരണ മനുഷ്യന്റെ കാതുകൾ കൊണ്ട് കേൾക്കുന്നതിനപ്പുറം അവർക്ക് കേൾക്കാം, സാധാരണ മനുഷ്യന്റെ കൈ കൊണ്ട് പിടിക്കുന്നതിനപ്പുറം അവർക്ക് പിടിക്കാം, സാധാരണ മനുഷ്യന്റെ കാലുകൾ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്നതിനപ്പുറം അവർക്ക് സഞ്ചരിക്കാം. അത് അള്ളാഹു തആല ചില മനുഷ്യന്മാർക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവാണ്. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഒരു സിറ് നൽകപ്പെട്ട, അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച ഒരു മുഅ്മിനായ മനുഷ്യനാണ്. കണ്ടോ? ആ സിറ് വഴി അള്ളാഹുവിന്റെ മഹാശക്തിയിൽ നിന്ന് അയാൾക്ക് സഹായമാർജിക്കാൻ കഴിയും. ആ ശക്തിക്ക് മുമ്പിൽ യാതൊരു പ്രതിബന്ധങ്ങളും അഗാധതകളും തടസ്സമായി നിൽക്കില്ല. കണ്ടോ? അള്ളാഹുമായി സവിശേഷ ബന്ധമുള്ള ഔലിയാക്കളുടെ കൈയായി പലപ്പോഴും കാണപ്പെടാറുള്ളതാണ് ഇക്കാര്യം. അവയുടെ രഹസ്യമോ ന്യായീകരണമോ കണ്ടുപിടിക്കപ്പെടാനാവില്ല. കാരണം മനുഷ്യന്റെ സാധാരണ ജീവിത നടപടികൾക്ക് പുറത്തുള്ളവയത്രേ അതെല്ലാം എന്നാണ് പറയുന്നത്. അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിന്റെ വിശ്വാസം പറയുന്നു. അപ്പോ അങ്ങനെ ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സംശയിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും അല്ലാഹു തആല അവന്റെ ഔലിയാക്കൾ മുഖേന ഈ ലോകത്ത് നടത്തുന്നു, അല്ലേ? അവന്റെ അമ്പിയാക്കൾ മുഖേന ഈ ലോകത്ത് നടത്തുന്നു. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഹിക്മത്താണ്, അല്ലേ? അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഹിക്മത്താണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നുമല്ല, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു ഖുർആൻ പറയുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നു. വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് ഈസാ നബി ഒരു ദൈവമാകുമോ? ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, അവർ വിശ്വസിക്കുന്നു. പക്ഷേ മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന എന്താ? ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകൻ മാത്രമാണ്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാനൊരു പ്രവാചകൻ മാത്രമാണ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. മാഷാ അല്ലാഹ്. അപ്പോ മനുഷ്യന്റെ സാധാരണ കഴിവുകൾക്ക് അതീതമായ പല കാര്യങ്ങളും
അള്ളാഹു തആലയുമായി അടുത്ത അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ചെയ്യാൻ കഴിയും. അതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, ഹദീസുകൾ സാക്ഷിയാണ്, നിരവധി സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. അതിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാം, സഹായം ചെയ്യാം, അതൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ഒരു പവറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പേടിക്കുന്ന ആരാണെന്നറിയോ? അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കാത്തവരാണ്. അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കാത്ത അവിടെയാണ് തൗഹീദിന് കുഴപ്പം സംഭവിച്ചത്. അള്ളാഹുവിനുള്ള വിശ്വാസം, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. അല്ലാഹു തആല അവന്റെ സിഫാത്തുകൾ, അതൊക്കെ അല്ലാഹു തആലയുടെ സിഫത്ത്, അത് വാജിബാണ്. അല്ലാഹു തആല ഉണ്ട്, മറ്റുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ശിർക്കല്ല. അത് അള്ളാഹുവിന്റെ വജൂദ്, അത് വാജിബുൽ വജൂദാണ്, അത് ദായിമുൽ വജൂദാണ്, അവൻ എന്നെന്നും ബാക്കിയാണ്, മുഖാലിഫുൽ ലിൽ ഹവാദിസാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും അള്ളാഹു തആല ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ്, അല്ലേ? യഥാർത്ഥ ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഈ സിംഹാസനം കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നാ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നാ പറഞ്ഞത്. അതേ സുലൈമാൻ നബി തന്നെയാണ് അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ എന്ന് ചോദിച്ചത്. എന്റെ ആ ബിൽഖീസിന്റെ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോ ആദ്യം ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. പോരാ, അടുത്ത ആൾ പറഞ്ഞു, അങ്ങ് കണ്ണ് ചെമ്പി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവന്നപ്പോ പറയുന്ന ഹാദാ മിൻ ഫദ്ലി റബ്ബി, അല്ലേ? ഇത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ? ഇത് അള്ളാഹുവിന്റെ ഔദാര്യം. അപ്പൊ അള്ളാഹു തആല ഒരു മനുഷ്യനിലൂടെ അത് ചെയ്യിക്കുകയാണ്. യഥാർത്ഥ കർത്താവ് ആരാണ്? അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ ആ സിംഹാസനം അവിടെ നിന്ന് ഇവിടെ എത്തിച്ചതാരാണ്? ഒമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ അങ്ങ് എറിഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ എറിഞ്ഞത് അങ്ങകല്ല, അള്ളാഹുവാണ് എറിഞ്ഞത്, അല്ലേ? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. അങ്ങയോട് ബൈഅത്ത് ചെയ്തവർ യഥാർത്ഥത്തിൽ ബൈഅത്ത് ചെയ്തവർ അങ്ങയോടല്ല ബൈഅത്ത് ചെയ്തത്, അള്ളാഹുവിനോടാണ്. അപ്പോ എല്ലാ സാധാരണമാകട്ടെ അസാധാരണമാകട്ടെ, ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, മനുഷ്യരിൽ പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ, ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു വിവേചനമൊന്നും ഒരു പ്രവാചകനും തൗഹീദിന്റെ പേരിൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല മക്കളെ, ഇല്ലേ? ആ പ്രവാചകനിൽ നീം പഠിച്ച ഒരു സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ചിട്ടില്ല, ഒരു അയിമ്മത്തും പഠിപ്പിച്ചിട്ടില്ല. അവർക്കൊന്നും തിരിയാത്ത ഒരു കാര്യം ഈ 20-ാം നൂറ്റാണ്ടിന്റെ സായം സന്ധ്യയിൽ കുറച്ച് ഊച്ചാളി മൗലവിമാർക്ക് തിരിഞ്ഞു എന്ന് കരുതി അവരുടെ പിന്നാലെ കൂടിയ ആളുകൾ മുഴുവൻ ഇപ്പൊ നട്ടം തിരിഞ്ഞോണ്ടിരിക്കുക. മൗലവിമാരും തിരിഞ്ഞു, കൂടെ കൂടിയവരും തിരിഞ്ഞു. ആകപ്പാടെ ഒരു തിരിച്ചിലായിപ്പോ, ആകപ്പാടെ ഒരു തിരിച്ചില്ല. ഇപ്പൊ ആ തിരിച്ചിലിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുതിര കയറുക. ഇത് കണ്ടിട്ട് നമ്മൾ ആകപ്പാടെ അന്തരീക്ഷം മലിനമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ, ഇല്ലേ? മറ്റു മതസ്ഥരായ ആളുകൾ പോലും ഇനിയിപ്പോ നമ്മുടെ മുമ്പത്തെ അച്ഛന് വേറെ കുറെ ക്ലിപ്പ് കിട്ടും മൗലവിമാരുടെ ഈ പ്രസംഗമൊക്കെ അയാൾ ശ്രദ്ധിച്ചാലേ. നമ്മുടെ എം എം അക്ബറിന്റെ 2 കൊല്ലത്തെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോ മൂപ്പർക്ക് കുറെ ക്ലിപ്പ് കിട്ടി. ആർക്ക്? പള്ളിയിൽ അച്ഛന്. നമ്മളെപ്പോലെ നമ്മുടെ ഉസ്താദുമാരെ പോലെ കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ആ അച്ഛന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങിപ്പോയിന്. കാരണം ഈ മൗലവിമാരുടെ ഒരു 10 ദിവസത്തെ പ്രസംഗം, 10 മൗലവിയുടെ പ്രസംഗം കേട്ടാല് ഈ ഇസ്ലാമിനെ കുറിച്ച് പിന്നെ വല്ലതും പറയാൻ അവർക്ക് വേണോ? ഉറപ്പേ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതായത് ഈ ഖൗമ് നമ്മുടെ ദീനിനെ നശിപ്പിച്ചു, സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി. വെടിവെച്ച് കൊല്ലേണ്ട സൈസാ സത്യം പറഞ്ഞാൽ. ഇത് പറയുമ്പോൾ ഭീകരവാദം തീവ്രവാദം ഒന്നും ആരും പറയരുത് കേട്ടാ. കാരണം ഇത്രമാത്രം ഇസ്ലാമിനെ മറ്റുള്ള സമൂഹത്തിന്റെ മുമ്പിൽ മോശമാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മലീമസമാക്കുന്ന പരിഹാസ്യമാക്കുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെ ആരാളുള്ളത്? ഇതിലൊരു ചില്ലറക്കാരിയാണോ? എന്നിട്ട് വലിയ ദീനിന്റെ അപ്പോസ്തലന്മാരത്രേ, നവോത്ഥാന നായകര്. എവിടെയൊക്കെ ഉത്ഥാനം? നവോത്ഥാനം അത്രേ. സുബ്ഹാനല്ലാഹ്. ഏതായാലും വലിയ നവോത്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു വരട്ടെ, അപ്പൊ ബാക്കി നമുക്ക് പിന്നെ പറയാം. സുഹൃത്തുക്കളെ, അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് ബിൽഖീസിന്റെ കൊട്ടാരം സിംഹാസനമെത്തി. ആ സിംഹാസനം എത്തുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വമൻ ശകറ ഫഇന്നമാ യശ്കുറു നഫ്സി, ആരെങ്കിലും അള്ളാഹുവിന്റെ ഔദാര്യത്തിന് നന്ദി രേഖപ്പെടുത്തിയാൽ അത് അവന്റെ നഫ്സിന് തന്നെയാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ആരെങ്കിലും നന്ദികേട് കാണിച്ചാലോ അതുകൊണ്ട് പടച്ച റബ്ബിന് ഒരു കുറവും വരില്ല. അള്ളാഹുവിന്റെ അധികാരത്തിനോ അവന്റെ പവറിനോ ഒരു കുറവും വരാനില്ല. അവൻ ഏറ്റവും വലിയ ഐശ്വര്യവാനാണ്, ആരുടെയും ഒന്നും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ബിൽഖീസിന്റെ കൊട്ടാരം സിംഹാസനം കൊണ്ടുവരപ്പെട്ടു. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല നക്കിറൂ ലഹാ അർശഹാ, നക്കിറൂ ലഹാ അർശഹാ, അതൊന്ന് ചെറിയൊരു മോഡിഫൈ ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ.
ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തന്റെ പരിചാരകരോട്, എന്തിനും തയ്യാറായ ആളുകളുണ്ടല്ലോ, എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം, ചെറിയൊരു മാറ്റം വരുത്തുക. നക്കിറുലഹ അർശഹ, ഏയ് സിംഹാസനത്തിന് ഒരു ചെറിയ രൂപവ്യത്യാസം വരുത്തണം. എന്തിനാ? നൻദുർ അതഹ്തദി അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ. ഇത് കണ്ടിട്ട് ആ ബുദ്ധിമതിയായ രാജ്ഞിക്ക് തന്റെ സിംഹാസനമാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സുലൈമാൻ നബിയുടെ പണി നോക്കിയേ, കണ്ടോ? ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ആധുനിക ലോകത്ത് പലതും പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. നീ പറഞ്ഞുതരാം, ബാക്കി കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശദീകരിക്കാം, സമയമില്ല. ഏതായാലും ആ സിംഹാസനം ചെറിയൊരു മാറ്റം വരുത്താൻ, ഒന്ന് മോഡിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മോഡിഫൈ ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ചു. ഇതിനിടയിൽ വേറെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു CN അഹമ്മദ് പോലെ മൂപ്പര് പരിശുദ്ധ ഖുർആനിന് ഒരു പരിഭാഷ എഴുതി. അയാള് ചേകനൂരിന്റെ തൊട്ട് താഴെയുള്ള ആളാ, കൂടുതൽ അപ്പുറത്തോട്ട് ചേകനൂരിന് ഓട്ടയ്ക്ക് ഇല്ലാന്നേ ഉള്ളൂ, വലിയ മോശമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള മുഅ്ജിസത്തുകളോ കറാമത്തുകളോ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ടോ അത് മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പ്രത്യേകതയും അവിടെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യനാണ് CN അഹമ്മദ് പോലെ. കാരണം വഹാബികൾ പോലും പുറന്തള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാമല്ലോ എവിടം വരെ എത്തിയെന്നുള്ള അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ്. അയാൾ പറയാണ്, ഇവിടെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസിന്റെ സിംഹാസനമൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും, മൂപ്പർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നും സബ എന്ന് പറയുന്ന വിശാല വിസ്തൃതമായ നാട്ടിന്റെ അധിപയായ ബിൽക്കീസിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ കാത്തു സൂക്ഷിക്കപ്പെട്ട അവരുടെ ബലവത്തായ സിംഹാസനം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാൻ, അത് ഉൾക്കൊള്ളാൻ CN അഹമ്മദ് മൗലവിക്ക് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? അതെ, സിംഹാസനം ഉണ്ടല്ലോ, അത് നേരത്തെ ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിക്ക് കുറെ പാരിതോഷികങ്ങൾ കൊടുത്തു വിട്ടല്ലോ, അക്കൂട്ടത്തിൽ ഒരു ചെറിയ സിംഹാസനം ഉണ്ടായിരുന്നു. പൊട്ട കള്ളൻ. അതിവിടെ ഖുർആൻ പറഞ്ഞ എന്താ? ആ പാരിതോഷികമായിട്ട് വന്നപ്പോ നേരെ പൊയ്ക്കൊള്ളാനാ പറഞ്ഞത്. കാല അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനില്ലാഹു ഖൈറും മിമ്മാ ആതാക്കും. നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ വളരെ ഉഷാർ ഇവിടെ ഉണ്ട് മക്കളെ, ഇത് നേരെ അങ്ങ് കൊണ്ടുപോയിക്കോന്നാ പറഞ്ഞത്. സുലൈമാൻ നബി ഒന്നും എടുത്തിട്ടില്ല. CN അഹമ്മദ് പോലെ പറയുന്നത് എന്താണ്? ബിൽക്കീസ് രാജ്ഞി കൊടുത്തു വെച്ച പാരിതോഷികങ്ങളിൽ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു, മൂപ്പരത് അവിടെ എടുത്തു വെച്ചു, എന്നിട്ട് അതാണ് ബിൽക്കീസ് രാജ്ഞി വന്നപ്പോ റെഡിയാക്കി ഇട്ടുകൊടുത്തത് എന്ന്. എന്തൊക്കെയാണ് സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എന്തെല്ലാം പറയാം, എന്തെല്ലാം പറഞ്ഞുകൂടാ. ഇതാണല്ലോ ഒരു വഹാബി അയാളുടെ ഏറ്റവും വലിയ യോഗ്യത. എന്തു തോന്നിയ ദിവസവും പറയാം, എന്തു പൊട്ടത്തരവും പറയാം, എന്നിട്ട് അതിന്റെ പേരിൽ മാന്യന്മാരായി വിലസുകയാ. ഇരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ സമയം കളയണ്ട. അപ്പൊ ഞാൻ കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അങ്ങനെ നക്കിറൂലഹ അർശഹ നൻദുർ അതഹ്തദി അം തകൂന മിനല്ലദീന ലാ യഹ്തദൂൻ. ഇതൊന്ന് രൂപമാറ്റം വരുത്തി ഒന്ന് മോഡിഫൈ ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അവർ വരുമ്പോ നമുക്ക് നോക്കാം ഇത് അവർക്ക് മനസ്സിലാകുമല്ലേ എന്ന്. അങ്ങനെ സുബ്ഹാനല്ലാഹ് അത് മോഡിഫൈ ചെയ്ത് റെഡിയാക്കി വെച്ചു. ബിൽക്കീസ് രാജ്ഞിയും പരിവാരവും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ നോക്കുമ്പോ ഫലമ്മാ ജാഅത് ഖീല ഹകദാ അർശിക് ഖാലത് കഅന്നഹു ഹു وأوتينا العلم من قبلها وكنا مسلمين وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയാ ഫലമ്മാ ജാഅത്, അങ്ങനെ ബിൽക്കീസ് രാജ്ഞിയും പരിവാരവും അവിടെ എത്തി. ചോദിച്ചു, ഖീല ഹകദാ അർശിക്, ഹകദാ അർശിക്, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? ഇതങ്ങ് കാണിച്ചിട്ടേ. അപ്പൊ അവർ പറഞ്ഞു, ഖാലത് കഅന്നഹു ഹു, അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. അതാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല, അല്ലാന്ന് പറയാനും ധൈര്യമില്ല. അത്ര ഉഷാറായ തന്റെ സിംഹാസനം പോലൊരു സിംഹാസനം, അതിനേക്കാൾ കുറച്ചുകൂടി ഗെറ്റപ്പ് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു കഅന്നഹു, അവർ ബുദ്ധിമതിയാണ്, അവിടെ ഇവിടെയും തൊടാതെ ഒരു മറുപടി പറഞ്ഞു, അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വകുന്നാ മുസ്ലിമീൻ. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയാണ്, അവൾക്ക് മുമ്പ് തന്നെ നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്, നമ്മൾ മുസ്ലിങ്ങളാകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വസദ്ദഹാ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹ് ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ. അള്ളാഹുവിന് പുറമെ അവൾ ആരാധിച്ചു വന്നിരുന്നവ അവളെ തടഞ്ഞു കളഞ്ഞതാണ്. അഥവാ നേരത്തെ സൂര്യനെ ആരാധിച്ചിരുന്നവരാണ്. അപ്പൊ അവരുടെ ചെറിയൊരു വിഷയം അവിടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അതിനിടയിൽ. ഏതായാലും ബിൽക്കീസ് രാജ്ഞിയും പരിവാരയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ സുലൈമാൻ നബി അവരുടെ മുമ്പിൽ മോശക്കാരാകാൻ പാടില്ലല്ലോ. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആനുകാലികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരതിയാലേ എല്ലാ വശങ്ങളും നമുക്കുണ്ട്. ഇവിടെ ചില ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് ചെന്നപ്പോ സ്വഹാബികൾ എഴുന്നേറ്റിരുന്നു, ഇല്ലേ? മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എഴുന്നേക്കണം? നിങ്ങൾ എഴുന്നേക്കണ്ട, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, ഞാനൊരു രാജാവല്ല,
ഞാനൊരു വലിയ ഭരണാധികാരിയല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതെന്താ? അത് റസൂലുള്ളാഹി തങ്ങളുടെ വിനയം. അഥവാ അത്തരത്തിൽ ഒരു സമൂഹത്തിന്റെ മേൽത്തട്ടിലിരിക്കുന്ന ഒരാള് തന്റെ അനുയായികളോട് പ്രകടിപ്പിക്കപ്പെട്ട വിനയമാണ് അള്ളാഹുവിന്റെ ഹബീബ് ആ ഒരു അധ്യാപനത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷേ സഹാബത്തിന് അത് കേൾക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അംഗീകരിക്കില്ല എന്നല്ല. അവരെഴുന്നേറ്റ് നിന്ന് ഖിയാമിൽ അസീസി അലിയ ഫർദുൻ വതർകുൽ ഫർദ് മാ ഹുവ മുസ്തഖീമു. വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞെന്താ? ഖിയാമിൽ അസീസി അലയ്യ ഫർദു. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോൾ നിൽക്കുക എന്നത് എന്റെ മേൽ കടമയാണ്. ഒരു കടമ ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും മുസ്തഖീമായ മാർഗമല്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്താ എന്റെ വാക്കിനെ ധിക്കരിച്ചിട്ട് നീ പുതിയ മസല ഉണ്ടാക്കിയെന്ന് ചോദിച്ചോ? ഇല്ല, അത് ശരിയാ. അപ്പൊ രണ്ടറ്റം, ഒരു വിഷയത്തിന്റെ രണ്ട് ഭാഗമാണ് അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടും ശരിയാ. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രം പലതും പരിശോധിക്കുമ്പോ നാം സുഹുദിനെ കുറിച്ച് പറയാറുണ്ട്, പ്രപഞ്ചത്യാഗത്തെക്കുറിച്ച് പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ വളരെ എളിമയാർന്ന താഴ്മയാർന്ന ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്തിരുന്നത് പറയാറുണ്ട്. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്തിരുന്നു, റബ്ബേ എന്നെ നീ സാധുവായി ജീവിപ്പിച്ച് സാധുവായി മരിപ്പിച്ച് സാധുക്കളോടൊപ്പം നാളെ മഹ്ശറ ലോകത്തൊരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ജോതാക്കളായ ആളുകള് പല ഭാഗത്തും പോയി പല രാജ്യങ്ങളും പിടിച്ചടക്കി അവിടെയുള്ള സമ്പത്തൊക്കെ തന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ, അഥവാ വലിയ സമ്പത്തിന്റെ ഉടമയായി മാറിയപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുന്ന് വളരെ എളിമയാർന്ന താഴ്മയാർന്ന ജീവിതം അവിടുന്ന് നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു വലിയ അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടായിക്കൂടാ എന്നാണോ? അധികാരം ഉണ്ടായിക്കൂടാ എന്നാണോ? അല്ല, അത് വേറൊരു ഭാഗം. രണ്ടും ഒരു വിഷയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇവിടെ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പ്രവാചകൻ മാത്രമല്ല, വലിയ ഭരണാധികാരിയായിരുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു രാജ്യത്തിന്റെ അധിപയായ ബിൽഖീസ് രാജ്ഞി, അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും അധികം അധികാരം നൽകപ്പെട്ട, വലിയ പവർ നൽകപ്പെട്ട, വലിയ സമ്പത്ത് നൽകപ്പെട്ട, മറ്റെവിടെയും കാണാത്ത വലിയ കൊട്ടാരവും സിംഹാസനവും ഉണ്ടായിരുന്ന ആ രാജ്ഞിയും പരിവാരങ്ങളും തന്റെ മുമ്പിലേക്ക് വരുമ്പോ അവരുടെ മുമ്പിൽ അവരെക്കാൾ ഒരിക്കലും താൻ മോശമാകാൻ പാടില്ല, ചെറുതാകാൻ പാടില്ല. താൻ പ്രവാചകനാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ സമൂഹത്തിന് അന്തസ്സുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരുടെ ഭൗതികമായ അധികാരങ്ങളെക്കാളും ഭൗതികമായ വസ്തുവകളെക്കാളും ഭൗതികമായ സമ്പത്തിനേക്കാളും ആഡംബരങ്ങളെക്കാളും ഉന്നതമായ അവസ്ഥയിലാണ് തങ്ങളുടെ ജീവിതം എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് മഹാസുൽഹിസണന്നവരുടെ സിംഹാസനം തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചിട്ട് അതിന് പാറ്റം വരുത്തി പരിവർത്തനത്തിന് വിധേയമാക്കി അവരുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോ نفسي وأسلمت مع سليمان لله رب العالمين. സുബ്ഹാനല്ലാഹ്. ബിൽഖീസ് രാജ്ഞി തന്റെ കൊട്ടാരം കണ്ട് തന്റെ സിംഹാസനം കണ്ട് അത്ഭുത പരതന്ത്രയായി അതിലിങ്ങനെ കണ്ണുമഞ്ഞളിച്ചു നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, വെൽക്കം വെൽക്കം, നമ്മുടെ കൊട്ടാരത്തിലേക്ക് കടക്കാം. അവരോട് പറഞ്ഞു കൊട്ടാരത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളുക. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോ കൊട്ടാരം മുഴുവൻ ഒരു വെള്ളത്തിന്റെ മുകളിലാ. നോക്കുമ്പോ ആകപ്പാടെ സമുദ്രത്തിലെ അലമാലകൾ ഓളമടിക്കുന്നത് പോലെ അലിക്കുന്നത് പോലെ ഇങ്ങനെ ജലം ഓളം തട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവര് വിചാരിച്ചു താൻ വെള്ളത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്, കൊട്ടാരം വെള്ളത്തിലാണ്. അവര് തന്റെ വസ്ത്രം കണങ്കാലിൽ നിന്ന് പതുക്കെ അങ്ങ് മുകളിലേക്ക് ഉയർത്തി. നമ്മൾ മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ വെള്ളമുള്ളിടത്ത് കൂടി സഞ്ചരിക്കുമ്പോ തുണി പതുക്കൊന്ന് പൊക്കി മുകളിലോട്ട് ആക്കാറുണ്ട്. തുണി പൊക്കി മുകളിലോട്ട് ആക്കുക എന്ന് പറയാൻ നമുക്കതൊരു പ്രത്യേക ലൈസൻസ് ആണ്. മലബാരികളെ സംബന്ധിച്ചിടത്തോളം തുണി പൊക്കുന്നതിന് ഒരു ലൈസൻസും ഉണ്ടാവില്ല. ഇപ്പൊ പിന്നെ കുറെയൊക്കെ മാറിപ്പോയിട്ടാ. പഴയ കാലത്തൊക്കെ നാട്ടിൻ പുറങ്ങിലേ സാധാരണ അതിങ്ങനെ മടക്കി കുത്തി ശീലമായി കഴിഞ്ഞാൽ, ഇവിടെ ഗൾഫിൽ മടക്കി കുത്തി നടക്കുന്ന ചില ആളുകളുണ്ട് അല്ലേ?
ഗൾഫിലും മടക്കി കൊടുത്ത് കള്ളി കൊണ്ടുകൊടുത്ത് ലുങ്കി കൊണ്ടുകൊടുത്ത് മടക്കി കുത്തി നടക്കുന്ന ചില ആളുകളുണ്ട്. ആ നാട്ടിലെ ശീലമാണ്, അത് മാറ്റണം. ഔറത്ത് വെളിവാകുന്ന ഒരു പരിപാടിയാണെന്ന് മാത്രമല്ല, അത് ഒരു സാംസ്കാരിക ജീർണതയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ഞാൻ ഇന്നും ഓർത്തു, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ദർസിലൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി ബസ് കാത്തേക്കും വേണ്ടി ഏതെങ്കിലുമൊക്കെ കാക്കാമാർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ എന്നിട്ട് തുണി മടക്കി കുത്തിയിട്ടുണ്ടാവും, എന്നിട്ട് പിന്നാമ്പുറത്ത് പൊക്കിയിട്ട് ഇങ്ങനെ മാന്തരം ഉണ്ടാവും. നൗദുബില്ല, അമ്മ കാത്തുരക്ഷിക്കുമാറാണ്. അവരിതൊന്നും അറിയുന്നുണ്ടല്ലോ, എവിടെ നിൽക്കണം എന്നുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ കുറെയൊക്കെ മാറി, അൽഹംദുലില്ലാ, മനുഷ്യൻ കുറെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ എപ്പോഴും തുണി ഉടുക്കുന്നത് ആ മുട്ടിന് താഴെ അവർത്ത് മറച്ചിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ പിന്നെ ചെറുപ്പക്കാരൊക്കെ ബർമുഡയുടെ പുറത്താ. ഈ ബർമുഡ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഇബാദത്ത് മുഴുവൻ ബാത്തിലാക്കാൻ വേണ്ടി ഏതോ പാശ്ചാത്യന്റെ കണ്ണിൽപ്പെട്ട ഒരു വിഷയമാണെന്നാ തോന്നുന്നത്. പാന്റ് ഇടയ്ക്ക് വെച്ച് മുറിച്ചു വിട്ടു. പണ്ടൊക്കെ പാന്റ് ഇങ്ങനെ താഴോട്ട് എത്ര ഇറക്കാമെന്നായിരുന്നു നോക്കാം. ഇപ്പൊ പാന്റ് മുട്ട് വെച്ച് മുറിച്ചിട്ടാണ് ബർമുഡ. അതാ ബർമുഡ എന്നാ എന്റെ പേര്. ഈ സാധനമായിട്ട് നിസ്കരിക്കാൻ നിന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടെടുത്തോളം ഒന്നുകിൽ പൊക്കിളിന്റെ താഴെ ഇങ്ങോട്ട് ഇറക്കി വെക്കേണ്ടി വരും. കാരണം മുട്ടിന്റെ താഴോട്ട് അങ്ങോട്ട് ശരിക്കും എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് താഴോട്ട് ഇറക്കി വെക്കേണ്ടി വരും. മുകളിലോട്ട് കയറ്റിയാലോ റുക്കോയിലും സുജൂദിലൊക്കെ പോണ സമയത്ത് മുട്ടും വെളിവാകും. ഇപ്പൊ നമ്മുടെ ഈ അറബിച്ചക്കന്മാർ മിക്കവാറും ഒക്കെ ഇട്ട് നടക്കുന്ന എല്ലാം അത് തന്നെ. നിസ്കരിക്കാനുണ്ടാവും, എന്തൊരു നിസ്കാരം സുബ്ഹാനല്ലാഹ്. അതിന്നിപ്പോ നമ്മുടെ ചില ആളുകളും പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വിട്ടിട്ട് ഇങ്ങനെ അതൊരു ഫാഷനായി മാറി. സുബ്ഹാനല്ലാഹ്. എന്നാ പിന്നെ കുറച്ചുകൂടി അങ്ങ് താഴ്ത്തിയിട്ട് കിട്ടണ്ടേ? ഇല്ലല്ലോ, അത് കണക്കാക്കിയ കറക്റ്റിന് മുട്ടിന് വെച്ചാൽ മുറിച്ചിരിക്കുന്നത്. അപ്പോ മുകളിലോട്ട് കയറ്റിയാൽ താഴെ വെളിവാകും, താഴോട്ട് ഇറക്കിയാൽ മോള് വെളിവാകും. രണ്ടാളും ഉറപ്പാ. എന്തൊരവസ്ഥയാണ് പറച്ചോനെ. എങ്ങനെയൊക്കെ മനുഷ്യന്റെ ചിന്താഗതികൾ മാറ്റി അവന്റെ ഇബാദത്തിൽ നിന്ന് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരുത്തന്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയമായിരിക്കും. അത് നമ്മളങ്ങ് കെട്ടിപ്പടരുകയാണ്. ഏതെങ്കിലും ഒരു പേരിന് ഒരു സിനിമാ നടൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇട്ടിട്ടുണ്ടാവും. അതാണല്ലോ ഇന്നിപ്പോ എല്ലാവരും പിന്തുടരുന്നത്. എല്ലാവരും ഇത്തിബാ ചെയ്യുന്ന അതാണല്ലോ. ഞാൻ കൂട്ടത്തിലൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ എന്തോ ആയിരിക്കട്ടെ, ഏതായാലും പ്രിയപ്പെട്ടവരെ, അപ്പോ മുണ്ട് എപ്പോഴും മുണ്ട് എടുക്കുമ്പോൾ അത് മുണ്ട് താഴെ തന്നെ എടുക്കുക. അത് മടക്കി കുത്തിയുള്ള ശീലം ഒഴിവാക്കുക. ആരെങ്കിലുമൊക്കെ ഇപ്പൊ ഉണ്ടെന്നല്ല, ഞാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരു ക്ലാസ് റൂമിൽ അങ്ങനെ ഉണ്ടെന്നുള്ളതല്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അത് ഒഴിവാക്കണം. ആ മടക്കി കുത്തുന്ന പരിപാടി കുത്തിയാൽ എന്തായാലും വെളിവാകും. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പോലീസുകാരിട്ടിരുന്ന ഒരു കളസമുണ്ട്. പോലീസുകാരനെ ഞങ്ങളുടെ വയലാറി വന്നിട്ടാണ് കളസം മാറ്റി പാൻറ്റാക്കിയത്. അങ്ങനെ ഒരു ഗുണം മൂപ്പര് ചെയ്തു. പോലീസുകാർക്ക് പാൻറ് ഇടാൻ തുടങ്ങി. ഓർമ്മയില്ല നിങ്ങൾക്കൊക്കെ? പഴയ കാലത്ത് പോലീസുകാർക്ക്, നമ്മുടെ ചെറുപ്രായക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. പഴയ കാലത്ത് പോലീസുകാരന് ഒരു കളസം ഉണ്ടായിരുന്നു. ആ കളസിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? അത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഈർക്കിൽ വെച്ച് കുത്തി വെച്ച് വരിക, മുകളിലോട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലില്ല. അപ്പൊ ഇന്നും പഴയ പിന്നെ ആ രസം ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ കാണാം. ഏതായാലും ഇരിക്കട്ടെ. അപ്പോ ഔറത്ത് മറക്കാന്നുള്ള ആ മുട്ടുമക്കളുടെ ഇടയിൽ പൂർണ്ണമായിട്ട് മറഞ്ഞിരിക്കണം, കുറച്ച് താഴോട്ട് തന്നെ. ആ ഒരു മുന. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ബിൽഖീസ് രാജ്ഞി എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോ ഖീല ലഹാ ദുഖുലി സ്വർഹ, അവരോട് പറഞ്ഞു കൊട്ടാരത്തിൽ പ്രവേശിക്കുക. ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകശഫത് അൻ സാഖിഹാ, അങ്ങനെ അത് കണ്ടപ്പോൾ ആഴമുള്ള ഒരു ജലാശയമാണെന്ന് അവൾ ധരിക്കുകയും 2 കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം പൊക്കിപ്പിടിക്കുകയും ചെയ്തു. വെള്ളത്തിലാണ് ഇറങ്ങാൻ പോണെന്ന് തോന്നിപ്പോയി. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞെന്നറിയോ? ഖാല ഇന്നഹു സ്വറഹും മുമറദും മിൻ ഖവാരീർ. ഖാല ഇന്നഹു സ്വറഹും മുമറദും മിൻ ഖവാരീർ, അത് പളുങ്കുകളാൽ നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള കൊട്ടാരമാണ്. മാഷാ അല്ലാഹ്. കേട്ടോ, സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് പറഞ്ഞു കൊടുക്കുക. നാണം കെട്ടില്ല രാജ്ഞി വലിയ പവറോട് കൂടിയാണ് വന്നത്. താൻ എന്തൊക്കെയോ ആണെന്നാണ് ഇത്രയും കാലം ധരിച്ചിരുന്നത്. വിശാല വിസ്തൃതമായ സബ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജ്ഞിയാണ്. ആദ്യം സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ കത്ത് കിട്ടിയപ്പോ തന്റെ ചുറ്റും കൂടിയിരുന്ന ഉപജാപക വൃന്ദം നമ്മൾ വലിയ ശക്തന്മാരാണ്, വലിയ കഴിവുള്ളവരാണ്, എന്തിനേയും നേടാൻ സന്നദ്ധമാണ്, സജ്ജരായ ആളുകളാണ്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു യുദ്ധത്തിന് തയ്യാറാകാം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ കൂട്ടത്തില്. അവരൊക്കെ ഇളിഭ്യരായി മുഖം കുനിച്ച് തല കുനിച്ചു നിൽക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആഡംബരപൂർണമായ കൊട്ടാരം കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ഇത് പളുങ്കുകളാൽ നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള കൊട്ടാരമാണ്. കണ്ടപ്പോ വെള്ളം പോലെ തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, എന്തിനാ സുലൈമാൻ ഇതൊക്കെ കാട്ടിയത്? എന്തിനാണ് സുലൈമാൻ നബി ഇത്രയും വലിയ ആഡംബരം ഇവിടെ ഉണ്ടാക്കിയത്? എന്തിനാണ് അവരുടെ മുമ്പിൽ ഇത് പ്രകടിപ്പിച്ചത്? അത് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് കാണിച്ചു കൊടുക്കാനാണ്. താനൊരു ഭൗതികനായ ഭരണാധികാരി മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രവാചകനും പ്രബോധകനുമായ ഒരു പ്രവാചകനാണ്.
ആത്മീയ ലോകത്തേക്ക് ജനങ്ങളെ നയിക്കാൻ കൂടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ഭൗതികമായ സാമ്രാജ്യം അടക്കി ഭരിക്കുക മാത്രമല്ല, ആ സാമ്രാജ്യത്തിലെ പ്രജകളായ സാധാരണക്കാരായ ആളുകൾക്ക് ആത്മീയതയുടെ മഹത്വം പറഞ്ഞുകൊടുത്ത് അവരെ ആത്മീയതയുടെ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് സോപാനങ്ങളിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ്. അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും മോശമാകാൻ പാടില്ല. മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ആരുടെ മുമ്പിലും ചൂളാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഈ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സുന്നി പ്രവർത്തകർക്കുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇസ്സത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഒരു കാലത്ത് ഭൗതികന്മാരായ ആളുകള്, ആധുനിക ഇസ്ലാമിസ്റ്റുകളായ ആളുകള് പാവപ്പെട്ട മുത്തഅല്ലിമുകളുടെ മുഖത്ത് നോക്കി പരിഹസിച്ച കാലമുണ്ടായിരുന്നു. അവരുടെ തലപ്പാവ് നോക്കിയിട്ട് കളിയാക്കിയിരുന്ന കാലമുണ്ടായിരുന്നു. അവരുടെ തേക്കാത്ത ഷർട്ടും മുണ്ടും നോക്കിയിട്ട് പുച്ഛത്തോടെ നോക്കിയിരുന്ന കാലമുണ്ടായിരുന്നു. അവര് പള്ളി ദർസിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് 24 മണിക്കൂറും ഇൽമു പഠിച്ചുകൊണ്ട് അവർക്ക് പരസ്യമായി അവർക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റു ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടാനോ പുറത്തിറങ്ങാനോ അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന കാലത്ത് ഒരുപക്ഷെ കയ്യിൽ ചൊറി പിടിച്ച് ഓതിപ്പിടിച്ച കാലമുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് ഒരു വിഭാഗം ആളുകൾ പരിഹസിച്ചിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ യുക്തിവാദികളോ ഭൗതികവാദികളോ മാത്രമല്ല, ഇസ്ലാമിനകത്തുള്ള ആധുനികരായ ഇസ്ലാമിസ്റ്റുകൾ പോലും ഈ സമൂഹത്തെ പുച്ഛത്തോടെ കണ്ടിരുന്നു. എന്തിനധികം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലെ പണക്കാരായ ആളുകൾ അവരുടെ മക്കളെ ദർസിലേക്ക് അയക്കാൻ മടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രബോധനം പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ കഹ്ഫിൽ കാണാൻ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനോട് ഖുർആൻ പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, അങ്ങ് എപ്പോഴും ഇരിക്കേണ്ടത്, അങ്ങ് നിർബന്ധമായും കൂടെ കഴിയേണ്ടത് ആരുടെ കൂടെയാണ്? പാവപ്പെട്ട ജനങ്ങളോട് കൂടിയാണ്. ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ. ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം എന്താ? സമൂഹത്തിലെ സമ്പന്നരായ ഉയർന്ന കുടുംബജാതരായ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഈ പാവങ്ങളുടെ കൂടി ദരിദ്രനാരായണന്മാരുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിക്കാം. അപ്പൊ അള്ളാന്റെ ഹബീബ് ചിന്തിച്ചു, ശരിയാണല്ലോ, ഇവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇവരെ നമുക്ക് കിട്ടിയാൽ ഏതായാലും സാധുക്കൾ, ഈ പാവപ്പെട്ട ആളുകൾ അവർ നമ്മുടെ കൂടെ ഉറച്ച ആളുകളാണ്, എന്ത് വന്നാലും അവർ പോവില്ല. അപ്പൊ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളെയും കൂടി നമുക്ക് കിട്ടിയാൽ ദീനിന് വലിയ ഉപകാരമാകുമല്ലോ എന്ന് ചിന്തിക്കേണ്ട താമസം ഖുർആൻ എന്ത് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരിക്കലും ഈ പാവങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വിഷയം വേണ്ട. ആ പാവങ്ങളാണ് എന്നും ദീനിന്റെ കാവൽ ഭടന്മാർ അവർക്ക് പിന്നീട് ഇസ്സത്തുണ്ടായി, സമ്പത്തായി, അധികാരമുണ്ടായി. ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം മനുഷ്യന് കൊടുത്തു. അൽഹംദുലില്ലാഹ് എന്നതുപോലെ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൽ